ഡോക്ടർ രാജീവ് ജയദേവൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ. ശ്രീ രാജീവ് ജയദേവൻ, ഈ നമ്മുടെ റിപ്പോർട്ടർ പ്രവീണ പറയുകയായിരുന്നു 3100ഓളം ആളുകളാണ് ഈ ഡെങ്കിപ്പനി ബാധിച്ചത് എന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ. നമുക്ക് ഈ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെയായി ഒരുപാട് പേർക്ക് ഇങ്ങനെ പനിബാധ ഉണ്ടാകുന്നുണ്ട്. ഈ മഴക്കാലത്ത് നമുക്ക് വലിയ ഭീഷണിയുണ്ടോ? ഡെങ്കി അടക്കമുള്ള പനിക്ക് പ്രത്യേകിച്ച് നാം ഒരു നിപ്പ ഭീതിയിൽ കൂടെ പോകുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. അതെ, ഈ നിപ്പയുടെ പ്രശ്നം അവിടെ ഇത് ബാധിച്ച വ്യക്തിക്കും ആ വ്യക്തിയുമായി അടുത്ത സമ്പർക്കമുള്ള വ്യക്തികൾക്ക് മാത്രമാണ്. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് അതൊരു ഭീഷണിയായിട്ട് കാണേണ്ടതില്ല. പക്ഷെ ഡെങ്കിപ്പനി അങ്ങനെയല്ല. ഡെങ്കിപ്പനി 4 തരത്തിലുള്ള വൈറസുകൾ ഉള്ളതിനാൽ ഇവ വീണ്ടും വീണ്ടും ഒരേ വ്യക്തിയിൽ തന്നെ അത് നമുക്ക് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്, ബാധിക്കാൻ ഇടയുള്ളതിനാലും രണ്ടാമത്തെ തവണ ഡെങ്കിപ്പനി വരുമ്പോൾ പലപ്പോഴും അത് കുറച്ചുകൂടി ഗുരുതരമായി ഉണ്ടാവുകയും അതിൽ തന്നെ ചിലപ്പോൾ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് പ്രായഭേദമന്യേയാണ് ഡെങ്കിപ്പനി മനുഷ്യരെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഡെങ്കിപ്പനിക്കെതിരെ തൽക്കാലം നമ്മളുടെ കയ്യിൽ ഒരു ആയുധമേ ഉള്ളൂ. കൊതുക് ശല്യം ഒഴിവാക്കുക, അതായത് കൊതുകിന് മുട്ടയിടാനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഇനി മുട്ടയിൽ നിന്നും പിരിഞ്ഞ കൊതുകുകൾ നമ്മൾ താമസിക്കുന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ നമ്മൾ പുറത്ത് നടക്കുകയാണെങ്കിൽ ഇത് കടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. പ്രോബ്ലം ഇസ് ഡെങ്കി പരത്തുന്ന പ്രവീണ പറഞ്ഞതുപോലെ ഈഡിസ് ഈജിപ്റ്റായി എന്ന് വിളിക്കുന്ന കൊതുകുകളാണ്. ഇവയെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. താരതമ്യേന വലിപ്പക്കുറവും ടൈഗർ മസ്കിറ്റോ എന്നുള്ള പേരാണ്. അതായത് സീബ്രയുടെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉണ്ടാവും. ഇവയുടെ ആബ്ഡമൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കൊതുകുകൾ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെ സാധ്യതയാണ് അവിടെ കാണുന്നത്. പക്ഷെ അതിലും ഒരു കാവിയാറ്റ് ഉള്ളത്, ഡെങ്കിപ്പനി പടർന്നു പിടിച്ച സ്ഥലങ്ങളിൽ ഈ കൊതുകുകൾ പെരുകുമ്പോഴാണ് ഡെങ്കിപ്പനി പടരുന്നത്. അല്ലാതെ ഈ കൊതുകുകൾക്ക് ഒറ്റയ്ക്ക് ഡെങ്കിപ്പനി പടർത്താൻ സാധിക്കുകയില്ല. ഈ കൊതുകുകൾക്കുള്ളിൽ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസും കൂടി ഉണ്ടെങ്കിലാണ് ഈ കൊതുകുകൾ കടിക്കുമ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ എറണാകുളത്തോ അതുപോലെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ ആർക്ക് ഡെങ്കിപ്പനി ഉണ്ട് ഇല്ല എന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരമാവധി കൊതുകുകടി ഒഴിവാക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഡെങ്കിപ്പനിക്കെതിരെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ഡോക്ടർ, എൻ്റെ ഒരു സംശയം, ഈ നിപ്പ പോലൊരു രോഗം മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടരുമല്ലോ അല്ലേ? പക്ഷെ ഡെങ്കിപ്പനി അങ്ങനെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കല്ല, കൊതുക് വഴി മനുഷ്യനിലേക്ക് പകരുന്നു എന്ന് മാത്രമാണോ നാം മനസ്സിലാക്കേണ്ടത്? ഫലത്തിൽ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കാണ് ഇത് പകരുന്നത്. കാരണം ഡെങ്കിപ്പനി ബാധിച്ച ഒരു വ്യക്തി, ഡെങ്കിപ്പനി ബാധിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ വെറും പനിയായിട്ട് ഈ കുട്ടി ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത്. ഈ ക്ലാസ് റൂമിൽ ഒരു കൊതുക് ഉണ്ടെന്നിരിക്കട്ടെ. ഈ കൊതുക് ഈ കുട്ടിയെ കടിക്കുകയും അതിനുശേഷം ആ ക്ലാസ് റൂമിലുള്ള മറ്റു കുട്ടികളെയും കടിക്കുകയാണെങ്കിൽ ആ കടി ഏറ്റ മറ്റു കുട്ടികളിലേക്കും ഈ വൈറസ് വ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പനിയുള്ളപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്നും അല്ലെങ്കിൽ പനിയുള്ളപ്പോൾ ഓഫീസിൽ പോകരുതെന്നും പറയുന്നത് ഒരു കാരണം അതാണ്. ഡെങ്കിപ്പനി ബാധിച്ച വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളത് അധികം അറിയപ്പെടാത്ത ഒരു വസ്തുതയാണ്. അതായത് കൊതുകുവലയിട്ട് ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് മാർഗരേഖകൾ പറയുന്നത്. കാരണം ഈ വ്യക്തിയെ കൊതുകുകൾ കടിക്കാതിരിക്കുന്നത് ചുറ്റുമുള്ളവരുടെയും കൂടെ ആവശ്യമാണ്. കാരണം ഈ വ്യക്തിയുടെ ശരീരത്തിൽ ധാരാളം ഡെങ്കി വൈറസുകൾ ഉണ്ടാകും. ഈ വ്യക്തിയെ കൊതുക് കടിച്ചിട്ട് അതേ കെട്ടിടത്തിനുള്ളിൽ അല്ലെങ്കിൽ മുറിക്കുള്ളിൽ ഉള്ള മറ്റു വ്യക്തികളെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കൊതുക് ദിവസങ്ങളോളം ഈ മുറിക്കകത്ത് സുഖമായി കഴിയുകയും അനേകം പേരെ കടിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കൊതുക് ഇല്ലെങ്കിൽ പോലും 1-2 കൊതുകുകൾ മതി ഡെങ്കിപ്പനി പരത്താൻ. അതെ, ഡോക്ടർ പറഞ്ഞ ഈ ഐസൊലേഷൻ ഉണ്ട്, ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട ഐസൊലേഷൻ, അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. കാരണം പലപ്പോഴും ഈ ഡെങ്കിപ്പനി ബാധിക്കുന്ന വീടുകളിൽ പലപ്പോഴും അവർ ആ വീട്ടിനുള്ളിൽ കഴിയുകയായിരിക്കും. പക്ഷേ മറ്റുള്ളവർ ഒരുപക്ഷേ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ ഒരുപക്ഷേ ഈ ഐസൊലേഷനെ കുറിച്ച് ശ്രദ്ധിക്കണം എന്നുണ്ടാകില്ല. മാത്രമല്ല പല കുട്ടികളും ഇപ്പോൾ ഈ പനി ബാധിച്ച് പലപ്പോഴും ക്ലാസ്സിൽ പോവും, ഡെങ്കിപ്പനി ആയിരിക്കണം എന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയണം എന്നുണ്ടാകില്ല. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഈ പലപ്പോഴും ഈ മഴക്കാലത്ത് ഈ എലിപ്പനി അടക്കമുള്ളവ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടനാട് പോലുള്ള മേഖലകളിലൊക്കെ ഈ എലിപ്പനി ബാധിച്ച് ഒരുപാട് പേർ മരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തവണ ഈ നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടത് ഇതിൽ ഏത് കാര്യത്തിലാണ്? ഈ ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ള ഈ പനിബാധയിലാണോ നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടത്? അതെ, ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ എഫക്റ്റഡ്, അതായത് ഏറ്റവും അധികം എത്ര പേർക്ക് വ്യാപിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ 2 രോഗങ്ങൾക്കെതിരെയാണ് നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടത്. ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ള എലിപ്പനി എന്നാൽ അത് വാസ്തവത്തിൽ അതൊരു മിസ്നോമറാണ്. അതായത്
എലി, നായ, കന്നുകാലികൾ ഇവയുടെ മൂത്രത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ലെപ്റ്റോസ്പൈറ എന്നുള്ള ബാക്ടീരിയ നമ്മുടെ മണ്ണിൽ, നനഞ്ഞ മണ്ണിൽ അത് ജീവനോടെ ഇരിക്കുന്നതിനാൽ ആ മണ്ണിൽ കൂടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ വെള്ളത്തോട്ടിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ കാലിലുള്ള ചെറിയ ശിശിരങ്ങൾ വഴി അല്ലെങ്കിൽ ചെറിയ വിള്ളലുകൾ വഴി ഈ ബാക്ടീരിയ അകത്ത് കയറുകയും ഇത് നമ്മുടെ രക്തത്തിലേക്ക് കടന്ന് ആന്തരിക അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ, അതായത് രോഗിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സാധാരണഗതിയിൽ പനിയും കടുത്ത തലവേദനയും കടുത്ത ശരീരവേദനയുമാണ് ഈ രണ്ട് രോഗങ്ങളുടെയും ലക്ഷണം. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളിൽ നിന്നും ഇത് രണ്ടും തിരിച്ചറിയാനുള്ള സാധ്യത തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിച്ചു വരികയില്ല. അതുകൊണ്ട് ഈ എലിപ്പനിയുടെ പ്രത്യേകത ഇതൊരു ബാക്ടീരിയ ആയതിനാൽ അത് നമുക്ക് ഒരു ആന്റിബയോട്ടിക് എടുത്തത് കൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ ഇത് സാധാരണ വൈറൽ പനിയാണ്, ഇതിന് ചികിത്സ വേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് ചിന്തിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും വൈകിയ വേളയിൽ മാത്രം രോഗി ആശുപത്രിയിലേക്ക് വരുന്നത്. ആ സമയത്ത് രോഗിയുടെ കരൾ കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടാകാം, ബ്രസ്റ്റുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ടാകാം, ചിലപ്പോൾ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എലിപ്പനി നമുക്ക് പ്രതിരോധിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. അത് അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ചികിത്സ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിക്കും. വളരെ നന്ദി ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ. ഡോക്ടർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പുതിയ ഇൻഫർമേഷൻസ് ആയിരുന്നു, പ്രത്യേകിച്ചും ഈ ഡെങ്കിപ്പനിയൊക്കെയായി ബന്ധപ്പെട്ട ഐസൊലേഷനൊക്കെ സംബന്ധിച്ച്.